എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ഇന്ന് നമ്മളുടെ ക്ഷേത്രത്തിൽ, തെങ്ങഴികം ശിവശക്തി ക്ഷേത്രത്തിൽ ഇന്ന് കുറച്ച് താന്ത്രിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരികയുണ്ടായി. അപ്പം ഇന്ന് മന്ത്രങ്ങളെ പറ്റിയൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ ആരായുന്നതിനും ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് അവരിന്നിവിടെ വന്നത്. പൂജാ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം ഇന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു വിഷയം. നമുക്കറിയാം, ശാസ്ത്രത്തിൽ, അസ്ത്രശാസ്ത്രങ്ങളിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ബ്രഹ്മാസ്ത്രമന്ത്രം. ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ ലോകം മുഴുവൻ സ്തംഭിച്ചു പോകും, ഇല്ലാണ്ടായി പോകും എന്ന് പറയുന്നു. അത്രയധികം പ്രാധാന്യമുള്ള ഒരു ശക്തിയുള്ള മന്ത്രമാണ് ബ്രഹ്മാസ്ത്രമന്ത്രം. ഈ ബ്രഹ്മാസ്ത്രമന്ത്രം എന്ത് മന്ത്രമാണ് എന്ന് നമുക്കറിയാമോ? ഇത് രഹസ്യമായിട്ടുള്ള മന്ത്രമാണ്. ഈ ബ്രഹ്മാസ്ത്രമന്ത്രം പ്രയോഗിച്ചാൽ ലോകം മുഴുവനും സ്തംഭിച്ചു പോകും, നിന്നു പോകും, ഒരു ഉയിർപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ മന്ത്രം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതീവ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. അതിൻ്റെ വിധികൾ ഒരുപാടുണ്ട്. ആ മന്ത്രങ്ങൾ സിദ്ധിയാക്കുന്നതിനും ഒരുപാട് നിഷ്ഠകളും ഒരുപാട് തരത്തിലുള്ള ത്യാഗങ്ങളും ആവശ്യമാണ്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് മന്ത്രങ്ങളെ പറ്റിയൊക്കെ പ്രാർത്ഥിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരു പ്രയോജനപ്പെടും. അവരുടെ അറിവിലേക്ക് എന്നുള്ള നിലയിലാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ബ്രഹ്മാസ്ത്രമന്ത്രം എന്ന് പറയുന്നത് ഭഗവതിയുടെ വളരെ ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണ്. ബഗിളാമുഖിയാണ് ഈ മന്ത്രത്തിൻ്റെ അതിദേവത. ഈ മന്ത്രം പ്രയോഗിച്ചാൽ ശത്രുക്കൾക്ക് സ്തംഭനം സംഭവിച്ചു പോകും. ആരെ ഉദ്ദേശിച്ചാണോ ഇത് ചെയ്യുന്നത്, ആ വ്യക്തിയും ആ വ്യക്തിയുടെ വംശവും സ്തംഭിക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ വളരെയേറെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമേ ഈ മന്ത്രം ഉപയോഗിക്കാവുള്ളൂ എന്ന് ഗുരുവിൻ്റെ ഉപദേശമുണ്ട്. അപ്പം നമുക്കറിയാം, ഈ ചില പൂജാമന്ത്ര തന്ത്രങ്ങളിൽ സുദർശന ഹോമം, പ്രത്യംഗരാ ഹോമം, അഘോര ഹോമം, ബാധാവേർപാട്, ഇങ്ങനെയൊക്കെയുള്ളതായ ചില ഹോമകാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബാധ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയിൽ കൂടിയിരിക്കുന്ന ഉപദ്രവമായി നിൽക്കുന്ന ആ ബാധയെ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പൂജാരി, അല്ലെങ്കിൽ ആ കർമ്മി, അല്ലെങ്കിൽ ആ മന്ത്രവാദി, അല്ലെങ്കിൽ ആ താന്ത്രികൻ കുറച്ച് പൂവ്, അക്ഷതം, വെള്ളം, ചന്ദനം ഇതെല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ ആവാഹിച്ച് ഒരു ബിംബങ്ങളിലേക്ക് ഇടാറുണ്ട്. അത് ചില പൂജാഘട്ടങ്ങളിലൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളവർക്ക് അതറിയാം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ. അപ്പോൾ ഈ ചെയ്യുന്ന കർമ്മി അല്ലെങ്കിൽ മാന്ത്രികൻ ഒരു മന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് ഈ ബാധയെ ആവാഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ കുടിയിരിക്കുന്ന ബാധയെ ഈ മന്ത്രത്തിൻ്റെ ശക്തിയിലൂടെയാണ് ആവാഹിക്കുന്നത്.
അപ്പോൾ ഈ മാന്ത്രികൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം? മന്ത്രസിദ്ധി വരുത്തിയിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ആ മന്ത്രസിദ്ധി വരുത്തിയ ഈ മാന്ത്രികൻ തൻ്റെ മൂലാധാര ചക്രത്തിൽ നിന്നും ആ മഹാമന്ത്രശക്തിയെ തൻ്റെ ചക്രങ്ങളെ ബേസ് ചെയ്ത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം ചക്രത്തിലേക്ക് എത്തിക്കുമ്പോൾ തൻ്റെ ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ ശക്തിയും കൂട്ടി വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മത്തിലേക്ക് എത്തിച്ച് ഗുരുവിൻ്റെ ശക്തിയെ കൂട്ടി ആ ശക്തിയിൽ നിന്നും സഹസ്രാരപത്മത്തിൽ നിന്നും പുറത്തേക്കെടുത്ത് വീണ്ടും ഹൃദയപത്മത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് ഹൃദയപത്മത്തിൽ വ്യാപിപ്പിച്ച് ഹൃദയപത്മത്തിൽ നിന്നും 2 കരങ്ങളിലേക്ക് ആ ശക്തിയെ പകുത്തെടുത്ത് ആ ശക്തിയിലൂടെ തൻ്റെ കയ്യിലടങ്ങിയിരിക്കുന്ന ആ മന്ത്രശക്തിയിലൂടെ ആ ബാധയെ ആകർഷിച്ച് ആവാഹിച്ച് എടുക്കും. ഇതതിൻ്റെ ഒരു നിയമങ്ങളാണ്. അപ്പോൾ ഈ മന്ത്രം സാധകൻ തൻ്റെ പ്രാണശക്തിയെ ഉണർത്തി തൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ കരങ്ങളിലൂടെ ഈ ബാധയെ എറിഞ്ഞ് തന്നിലേക്ക് ആകർഷിച്ച് ആവാഹിച്ച് ബിംബങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ബന്ധനക്രിയകളൊക്കെയും ചെയ്ത് ആ ബിംബത്തിൽ അതിനെ സ്ഥിരപ്പെടുത്തും. ഇതതിൻ്റെ ഒരു നിയമമാണ്. അപ്പം ഈ ബാധ എത്രമാത്രം ശക്തിയായിട്ട് നിൽക്കുന്നോ ഈ ബാധയുടെ ശക്തിയെ സ്തംഭിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിവർത്തിയില്ലാണ്ട് വരുമ്പോൾ ഈ മന്ത്രം ചൊല്ലി ബാധയുടെ ശക്തിയെ കുറച്ച് ആകർഷിച്ച് ആവാഹിച്ചെടുക്കാൻ സാധിക്കും. ആ മന്ത്രമാണ് ബ്രഹ്മാസ്ത്രമന്ത്രം. അപ്പോൾ അത് ബഗുളാമുഖിയാണ് ഈ മന്ത്രത്തിൻ്റെ ദേവത. ആ മന്ത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഗുളാമുഖി ഈ മന്ത്രത്തിൻ്റെ ധ്യാനം സൗവർണാസന സംസ്ഥിതാം ത്രിനയനാം പീതാംശുകോല്ലാസിനിം ഹേമാംബാകരുചിം ശശാങ്കമകുടാം സച്ചമ്പകസ്രദ്യുഗൃഹാം ഹസ്തൈർ മുദ്ഗരപാശ വജ്രരസന സംബിഭ്രതിം ഭൂഷണൈർ വ്യാപ്താംഗീം ബഗുളാമുഖീം ത്രിജഗതാം സംസ്തംഭിനീം ചിന്തയേൽ. വ്യത്യസ്തമായ രീതിയിൽ ചൊല്ലുന്ന ഒരു സമ്പ്രദായം വേറെയുണ്ട്. സൗവർണാസന സംസ്ഥിതാം ത്രിനയനാം പീതാംശുകോല്ലാസിനിയും ഹേമാംബാകരുചിം ശശാങ്കമകുടാം സച്ചമ്പക സ്രഗൃതാം എന്നും വ്യത്യാസമുണ്ട്. ഹസ്തൈർ മുദ്ഗരപാശ വജ്രരസനാം സംബിഭ്രതിം ഭൂഷണൈർ വ്യാപ്താംഗീം ബഗുളാമുഖീം ത്രിജഗതാം സംസ്തംഭിനീം ചിന്തയേൽ. ഇതാണ് ആ മന്ത്രത്തിൻ്റെ ധ്യാനം. ഈ മന്ത്രം ചൊല്ലി ദേവതയെ സ്തുതിച്ചുകൊണ്ട് ഈ ബ്രഹ്മാസ്ത്ര മന്ത്രം ചൊല്ലണം. ഓം ഹ്രീം ഐം ശ്രീം ക്ലീം ശ്രീ ബഗുളാനനെ മമ രിപൂൻ നാശയ നാശയ മമ ഐശ്വര്യാണി ദേഹി ദേഹി ശീഘ്രം മനോവാഞ്ചാകൃതിം കാര്യം സാധയ സാധയ ഹ്രീം ഓം സ്വാഹ. ഇത് ബ്രഹ്മാസ്ത്ര മന്ത്രമാണ്. അപ്പോൾ ഈ മന്ത്രം 1,00,000 ഉരു ജപിക്കുമ്പോൾ സാധകന് ഈ മന്ത്രശക്തി സ്വായത്തമാകും. അങ്ങനെ ഈ മന്ത്രശക്തി സ്വായത്തമായതിനു ശേഷം മാത്രമേ ഈ മന്ത്രം പ്രയോഗിക്കുവാനായിട്ട് പാടുള്ളൂ. 1,00,000 ഉരു ഈ മന്ത്രം ജപിച്ച് കഴിയുമ്പോൾ തന്നെ ഈ സാധകൻ്റെ ശത്രുക്കൾ ഏറെക്കുറെ സാധകനിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകും. ഒരു ശത്രു ഇല്ലാത്ത അവസ്ഥകളായി തീരും. അഥവാ ഈ സാധകനോട്
ഏതെങ്കിലും വ്യക്തികൾ ശത്രുതയോടുകൂടി പെരുമാറുകയോ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ ശത്രു സ്തംഭനപ്പെട്ടു പോകാനായിട്ട് അനുഭവം ഉണ്ടാവും. ഈ മന്ത്രം സിദ്ധി വരുത്തിയ സാധകൻ ഏതെങ്കിലും ശത്രുവിൻ്റെ സ്തംഭനത്തിന് വേണ്ടി ഈ മന്ത്രത്തെ പ്രയോഗിച്ചാലും ശത്രുവിന് സ്തംഭനം സംഭവിക്കുന്നതാണ്. ഈ മന്ത്രം ജപിച്ച സിദ്ധി വരുത്തിയ സാധകൻ ശത്രുക്കൾക്ക് സ്തംഭനം വരുത്തുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഓം ഹ്രീം ബികളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭയ ജിഹ്വാം കീലയ കീലയ ബുദ്ധിം വിനാശയ ഹ്രീം ഓം സ്വാഹ. ഈ മന്ത്രം ഏത് ശത്രുവാണോ ആ ശത്രുവിനെ ചിന്തിച്ച് ആ ശത്രുവിൻ്റെ സകല കാര്യങ്ങളും സ്തംഭിച്ചു പോകണം എന്നുള്ള ചിന്തയോടുകൂടി ചൊല്ലിയാൽ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ശത്രു സ്തംഭനം ഭവിച്ചു പോകും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഇതൊക്കെ മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും ചിന്തിക്കും. അങ്ങനെയൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് ഒടിവിദ്യ പഠിപ്പിച്ച വ്യക്തിയാണ് അനൂപ് അഗ്നിശർമ്മൻ. 2 വർഷത്തിന് മുമ്പ് ഒടിവിദ്യാ ക്ലാസ്സുകൾ തെക്കൻ ജില്ലയിൽ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മാന്ത്രിക വിദ്യാപീഠത്തിൽ ഒടിവിദ്യാ ക്ലാസ്സുകൾ അത് പഠിച്ചവർക്കൊക്കെ അറിയാം. അതിനകത്ത് മന്ത്രങ്ങളെ പറ്റിയൊക്കെയുള്ള പ്രയോഗിക്കുന്ന കാര്യങ്ങളും സ്തംഭിപ്പിക്കുന്ന പ്രയോഗങ്ങളുമൊക്കെ കേട്ടിട്ട് പഠിക്കാൻ വന്നവർ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത്രയധികം ഒരാളെ സ്തംഭിപ്പിക്കണമെങ്കിലും ഒരാളെ രക്ഷിക്കണമെങ്കിലും മന്ത്രങ്ങൾ കൊണ്ട് പറ്റും. മന്ത്രം എന്ന് പറയുന്നത് മനനാത്രായത ഇതി മന്ത്ര. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. അപ്പോൾ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളുടെ പാപങ്ങൾ, നമ്മളുടെ ശാപങ്ങൾ ഒക്കെയും ഇല്ലാണ്ടായി പോകാൻ സഹായിക്കും. എന്നാൽ ഈ മന്ത്രങ്ങൾക്ക് പോലുമുണ്ട് പാപങ്ങളും ശാപങ്ങളും. അപ്പോൾ ഈ മന്ത്രങ്ങളെ ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിൻ്റെ പാപവും ശാപവും നീക്കുവാനുള്ള ക്രിയാപദ്ധതികളും വേറെയും ഉണ്ട് താനും. ഒരു മന്ത്രം കിട്ടിയാൽ എടുത്ത് ചൊല്ലുക എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ അതിനെ സ്ഫുടം ചെയ്യുന്ന ക്രിയകൾ വേറെയുമുണ്ട്. അതൊക്കെ വിശദാവണ്ണം പഠിക്കേണ്ട, ഗുരുമുഖത്ത് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കണക്കിന് നമ്മളൊക്കെ തന്നെയും മന്ത്രം ചൊല്ലാൻ പ്രാപ്തിയുള്ളവരാണ്, ദീക്ഷ കിട്ടിയവരൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. ഇപ്പോഴത്തെ തലമുറകൾക്ക് എങ്ങനെയാണെന്നറിയില്ല. എന്നാലും നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ, അല്ല നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ മുത്തശ്ശൻ, മുത്തശ്ശി ഇവരൊക്കെ നമുക്ക് ദീക്ഷ തന്നിട്ടുണ്ട്. ആ ദീക്ഷാമന്ത്രമാണ് രാമമന്ത്രം. കുഞ്ഞുനാളിലെ അച്ഛനമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, അമ്മാവൻ, നമ്മുടെ മൂത്ത കാരണവന്മാർ ഇവരൊക്കെ നമ്മളെ സന്ധ്യാസമയത്ത് ഉമ്മറത്ത് വിളക്ക് കത്തിച്ച് വെച്ച് കൈയും കാലും മുഖമൊക്കെ കഴിച്ചിട്ട് അവിടെ വന്നിരുന്ന് മക്കളെ രാമമന്ത്രം ചൊല്ലു, രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്ന് നമ്മുടെ മുത്തശ്ശിമാർ, നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തരും. ഇതൊരു ദീക്ഷാമന്ത്രം തന്നെയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെ ദീക്ഷ കിട്ടിയവരാണ്. അപ്പം നമുക്കിതൊക്കെ ചൊല്ലാം, നമുക്കിതൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ നമ്മൾ കുറച്ചുകൂടെ അറിവ് ഉണ്ടായിട്ട് വേണം അത് മനസ്സിലാക്കാനും പ്രയോഗിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനിന്ന് പറഞ്ഞു എന്നുള്ളത്, ഇന്ന് ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു വിധിയാണ്. അതിനകത്ത് ഈ ഒരു സ്തംഭന വിദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നത് പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം എടുത്തത്. അപ്പം ബ്രഹ്മാസ്ത്ര മന്ത്രത്തെപ്പറ്റി ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.